ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും ഗൈസ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കിടിലെ ഇൻഫർമേഷന് കണക്കിട്ടിട്ടുണ്ട്. എന്താണ് ആ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഇന്ത്യയിലും കാറിലൊക്കെ എന്തായാലും ഗൈസ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കിടില റേസുകളൊക്കെ എന്തായാലും നടക്കുകയാണ്. റേസ് എന്ന് വെച്ചാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റേസുകളൊക്കെയാണ്, ഒരു മെഗാ റാമ്പ് റേസാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേസിൽ എന്തായാലും കളിക്കണ വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ നമ്മുടെ മിലിറ്ററിയുടെ ടാങ്കുകളൊക്കെയാണ്. യെസ് ഗൈസ്, നമ്മുടെ ഇന്ത്യയിൽ കണക്കെ എന്തായാലും ഒരു മെഗാ റാമ്പ് റേസുകളൊക്കെ നടക്കുകയാണ്. അതും ടാങ്ക് വെച്ചിട്ടുള്ളൊരു മെഗാ റാമ്പ് റേസാണ്. നമ്മുടെ മിലിറ്ററിയുടെ ടാങ്ക് വെച്ചിട്ടുള്ളൊരു മെഗാ റാമ്പിൻ്റെ റേസുകളൊക്കെയാണ്. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ടുള്ള റേസാണ്. ഓക്കെ, നമ്മുടെ ഏതാണ് ഈ ഒരു ഇന്ത്യയിൽ കണക്കെ ഏത് ടൈപ്പിലുള്ള റേസ് വന്നാലും അതിൽ എന്തായാലും നമ്മളെന്തായാലും പങ്കെടുക്കാനായിട്ട് പോകും. അതുകൊണ്ട് നമ്മളെന്തായാലും ഈ ഒരു റേസിന് നമ്മളെന്തായാലും പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് എന്തായാലും നമുക്ക് പേര് കണക്ക് എന്തായാലും കൊടുക്കണം അവിടെ പോയിട്ട്. പക്ഷെ ഒരു സീനെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ടാങ്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു ടാങ്ക് കണക്കെ നൈസായിട്ട് നല്ല അടിച്ച് മാറ്റണം. ഓക്കെ, അങ്ങനെ കുറച്ച് പരിപാടി ചെയ്യണം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ BMW എടുക്കാം. എൻ്റെ മോനെ കേസ്, നമ്മുടെ BMW കണക്കെ നമ്മളങ്ങനെ ഫൈനലി അങ്ങനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് എന്തായാലും ബാക്ക് എടുത്ത് നമ്മളങ്ങനെ ഇറങ്ങിയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ കേസ് എന്തായാലും ഏതാണ് ആ ഒരു മിലിറ്ററി ടാങ്കൊക്കെ ഉള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കേസ്. ഓക്കെ, നമ്മുടെ മിലിറ്ററി ബേസിൽ നിന്ന് അടിച്ചു വരണമൊന്നും തന്നെ ഇല്ല, അല്ലാതെ എവിടെ നിന്നെങ്കിലും കേസ് ഒരു ടാങ്ക് വേണം കേസ്. ഓക്കെ, അതാണ് ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ടാങ്കുകളോ വേറെ സ്ഥലങ്ങളോ കാര്യങ്ങളോ വലുതായിട്ടൊന്നും തന്നെ ഇല്ല. ഒരു ഐഡിയ ചെയ്യും, നമുക്ക് നമ്മുടെ ലെസ്റ്ററിൻ്റെ കൂടെ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കാം കേസ്. ഓക്കെ, ലെസ്റ്ററിന് അറിയായിരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും ടാങ്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന്. നമുക്കൊരു നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ട് എന്തായാലും ലെസ്റ്ററിനെ എന്തായാലും ഒന്ന് വിളിച്ച് ചോദിക്കാം എവിടെയെങ്കിലും ടാങ്ക് കിട്ടുമെന്ന്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കിടിലെ സംഭവങ്ങളൊക്കെ നമ്മുടെ ലെസ്റ്ററുകളൊക്കെ എന്തായാലും തന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമുക്കങ്ങനെ ഫൈനലി എന്തായാലും ടാങ്ക് കൂടെ എന്തായാലും സെറ്റായിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, നമ്മുടെ നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ ആ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കേസ്. ഓക്കെ, നമ്മുടെ എയർപോർട്ടിൽ കണക്കെ എന്തായാലും കേസ് ഒരു അടിപൊളിയായിട്ടുള്ളൊരു കിടിലെ മിലിറ്ററിയുടെ ടാങ്ക് കണക്കെ എന്തായാലും കിടക്കുകയാണ്. എങ്ങനെയാണ് ഈ മിലിറ്ററിയുടെ ടാങ്ക് നമ്മുടെ ഈ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എന്ന് വെച്ചാൽ എന്തോ ഒരു എയർഫോഴ്സിൻ്റെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എയർഫോഴ്സ് തന്നെ അടിപൊളിയായിട്ട് പുതിയതായിട്ട് ഇറക്കിയുള്ള ഒരു കിടുക്കാച്ചായിട്ടുള്ളൊരു മിലിറ്ററിയുടെ ടാങ്ക് കണക്കാണ് കേസ്. അതെന്ന് വെച്ചാൽ ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു എയർഫോഴ്സിന് നമ്മുടെ ഈ ഒരു എയർപോർട്ടിൽ കണക്ക് വെറും ഒരു ടാങ്കേ ഉള്ളൂ. ഉടനെ തന്നെ അവർ കുറേ ടാങ്ക് ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എന്തായാലും ടാങ്ക് എന്തായാലും എടുക്കാം കേസ്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ കേസ് ഈ കാണുന്ന എയർപോർട്ടിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ടാങ്ക് കണക്കെ തപ്പാം, എന്നിട്ട് നമുക്ക് നൈസായിട്ട് അതങ്ങ് അടിച്ച് മാറ്റിക്കൊണ്ട് പോകാം കേസ്. നമുക്ക് ഇവിടെയൊക്കെ ടാങ്ക് കണക്കെ തപ്പി നോക്കി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. ഓക്കെ, ഇവിടെ ഒരു ടാങ്ക് ഉണ്ടെന്നാണ് നമ്മുടെ ലെസ്റ്റർ കണക്ക് പറയുന്നത്, അല്ലാതെ മിലിറ്ററി ബേസിൽ നിന്ന് എടുക്കുന്ന റിസ്ക് ആണ്. ഓക്കെ, നമ്മളങ്ങനെ ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ മൊത്തത്തിൽ എന്തായാലും ടാങ്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും നമ്മളെന്തായാലും നോക്കണം. പക്ഷെ ഇവിടെ ഇതുവരെയായിട്ടും എന്തായാലും ഒരു ടാങ്കോ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. ഇവിടെ ഇനി ടാങ്ക് ഇല്ലേ എന്താ അതെനിക്കറിയണം, അതെന്തായാലും ഓക്കെ ഗൈസ്, അവിടെ എന്തൊരു കിടക്കുകയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങനെ ഫൈനലി കേസ് മിലിറ്ററിയുടെ ടാങ്ക് കിട്ടിയേക്കാണ്. എൻ്റെ മോനെ കേസ്, ഇതാണ് കേസ് നമ്മുടെ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ എയർഫോഴ്സുകളൊക്കെ എന്തായാലും ഏറ്റവും പുതിയതായിട്ട് ഇറക്കിയ ടാങ്കുകളൊക്കെ. ഇവരെന്തിനാണ് ടാങ്ക് ഇറക്കിയത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു എയർഫോഴ്സിലുകളൊക്കെ എന്തെങ്കിലും അറ്റാക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് ഇവരെന്തായാലും ടാങ്കുകളൊക്കെ എന്തായാലും ഇറക്കിയതെന്ന് വെച്ചാൽ പുതിയ ടാങ്കുകളൊക്കെ സെറ്റാക്കി എടുത്തതെന്ന് വെച്ചാൽ ഒരാഴ്ചക്ക് മുമ്പ് ഇന്ത്യൻ എയർഫോഴ്സിൽ കണക്ക് ഒരു വലിയൊരു റോബറി പോലെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ എന്തായാലും നടന്നിട്ട് എന്തായാലും ഉണ്ട് കേസ്. കുറേ കള്ളന്മാരൊന്ന് ഇവിടെ മൊത്തത്തിൽ എന്തായാലും ടാങ്ക് പോലത്തെ വലിയ വലിയ സാധനങ്ങൾ വെച്ച് മൊത്തത്തിൽ പൊട്ടിച്ച് നശിപ്പിച്ച് ആകെ അലിമ്പാക്കി കേസൊക്കെ ഈ ഒരു എയർപോർട്ട് കാര്യങ്ങളൊക്കെ. എയർപോർട്ട് വലിയ സീനില്ല, പക്ഷെ ഇവിടുത്തെ കുറേ പ്രൈവറ്റ് ജെറ്റും പിന്നെ നമ്മുടെ ഈ ഒരു പ്ലെയിനൊക്കെ മൊത്തത്തിൽ അവന്മാരെന്തായാലും വെടിച്ച് പൊട്ടിച്ചിട്ട് ഇവിടെ ഉള്ള കുറേ പൈസയൊക്കെ എടുത്തിട്ട് എന്തായാലും ഇപ്പോൾ എല്ലാം സെറ്റാക്കി റെഡിയാക്കി ഇട്ടിട്ടാണ്. ഇപ്പോൾ വലിയ കാര്യമായിട്ട് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ ഓക്കെ, ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ ഈ ടാങ്ക് എടുത്ത കാര്യം. അത് മാത്രമല്ല ഈ സാധനം ലോക്കും കൂടെ അല്ലായിരുന്നു, അതുകൊണ്ട് നല്ലൊരു കാര്യമാണ്. നമുക്ക് നല്ല നൈസായിട്ട് ഈ ഒരു ടാങ്ക് നൈസാಗಿ എടുത്തുണ്ടോ. എൻ്റെ മോനെ, നമ്മളങ്ങനെ ഫൈനലി മിലിറ്ററിയുടെ ടാങ്ക് എടുത്തേക്കാണ്. ഓക്കെ, നമുക്ക് നല്ല ഇതൊന്ന് പൊക്കിയൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സാധനം വർക്കിംഗ് ആണോ ചുമ്മാ നോക്കി വെക്കാം. നമുക്ക് ഇതിൻ്റെ ആവശ്യം തന്നെ ഇല്ല കേസ്. ഓക്കെ, നമുക്കെന്തായാലും മൊത്തത്തിലൊന്ന് ഈ ഒരു സംഭവത്തിലൊന്ന് ജയിച്ചാൽ മതി കേസ്. ഓക്കെ, നമ്മുടെ ഈ ഒരു റേസിന്. ഓക്കെ, അത്രയേ ഉള്ളൂ കേസ്, വേറൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും കേസ് നമ്മളെന്തായാലും ചുമ്മാ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്കെന്തായാലും ആ ഒരു മെഗാ റാമ്പ് കിടക്കുന്ന സ്ഥലത്തോട്ട് നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു ടാങ്ക് കൊണ്ടുപോകാം. ഫൈനലി ടാങ്കും കൂടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ,
ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ ഈ ഒരു മെഗാ റാമ്പ് കണക്ക് നടക്കുന്ന സ്ഥലത്ത് നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മളിവിടെ എന്തായാലും നമ്മുടെ പേര് കണക്ക് എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഫൈനലി എന്തായാലും നമ്മുടെ ഈ ഒരു മെഗാ റാമ്പ് റേസ് കണക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. നമ്മളിവിടെ 4 മിലിറ്ററിയുടെ ടാങ്ക് കണക്കുണ്ട്. നമ്മുടെ ടാങ്കാണ് ഏറ്റവും അറ്റത്ത് കിടക്കണത് വെച്ചാൽ. ഓക്കെ, ഏറ്റവും ആദ്യം ബ്ലാക്ക് ആണ്, രണ്ടാമത് മഞ്ഞ, മൂന്നാമത് പിങ്ക്, നാലാമതാണ് കേസ് നമ്മളൊക്കെ ഏറ്റവും അവസാനമാണ്. അതിൻ്റെ സീനില്ല. ഓക്കെ, എന്തായാലും ഫസ്റ്റത്തെ ആളുടെ ആ ഒരു പെർഫോമൻസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ, എന്തായാലും ഫസ്റ്റത്തെ ആളെന്തായാലും കളിക്കട്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും കേസ് നമ്മുടെ ഫസ്റ്റത്തെ ആൾ കണക്കെ എന്തായാലും ആദ്യത്തെ ടാങ്കിൽ കണക്കെ എന്തായാലും കയറിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇത് ഇയാളുടെ ടാങ്ക് കണക്കാണ്, ഒരു ബ്ലാക്ക് കളർ ടാങ്കാണ്. അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ എന്തെങ്കിലും ചെക്കിങ് അതേപോലെ എന്തെങ്കിലും സീനോകൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസിൻ്റെ വണ്ടി കുറച്ച് പോലീസുകാരും ഇവിടെ ഉണ്ട്. ഓക്കെ, എന്തായാലും ഫസ്റ്റത്തെ ആൾ കണക്കെ എന്തായാലും ടാങ്ക് കണക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ഇയാളെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ നമ്മളും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനം ഞാനും ഇയാളും തമ്മിൽ വേറെ എന്തെങ്കിലും ഏതാണ് ഡ്രാഗ് റേസ് അങ്ങനത്തെ എന്തെങ്കിലും സംഭവം വരും കേസ്, അതും ടാങ്ക് വെച്ച്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ തീർന്നു കേസ്. ഓക്കെ, നമ്മുടെ എന്ന് വെച്ചാൽ വേറെ മോഡിഫിക്കേഷൻ ഒന്നും തന്നെ ചെയ്യാത്തൊരു സാധാ ടാങ്കാണ്. ഓക്കെ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതെന്ന് വെച്ചാൽ അടിച്ച് മാറ്റിയതാണ് കേസ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് നമ്മളെന്തായാലും അടിച്ചു വരികയാണ്. ദൈവമേ, ഇത് നേരെ പോവല്ലേ. ഓക്കെ ഗൈസ്, ഇത് കറക്റ്റായിട്ട് പക്ഷേ റാമ്പിൽ പോകുന്നുണ്ട്. എൻ്റെ മോനെ, ഇത് 2 റാമ്പ് കറക്റ്റായിട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൺട്രോളൊന്നും തെറ്റി താഴെ പോയിരുന്നേ കൊള്ളായിരുന്നു. ഓക്കെ ഗൈസ്, ഇത് പോവില്ല, കറക്റ്റായിട്ട് പോവില്ല. എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, അതങ്ങനെ ഔട്ടായേക്കാണ്. കാരണം വെച്ചാൽ ആൾ വീണാലും സാധനം അതായത് ഏതൊരു വണ്ടിയിലും അത് കറക്റ്റായിട്ട് എന്തായാലും ആ റാമ്പ് ക്രോസ് ചെയ്യണം കേസ്. ഓക്കെ, ഇത് ജസ്റ്റ് മിസ്സാണ്. ഇത് എന്തായാലും കറക്റ്റായിട്ട് എന്തായാലും ഈ വണ്ടി ജയിക്കുമായിരുന്നു. ഈ ഒരു ടാങ്കുകളൊക്കെ ജയിക്കുമായിരുന്നു. അവിടെ ടച്ച് ചെയ്ത് നേരെ അടിയിലോട്ട് കേസ്. ഓക്കെ, അങ്ങനെയാണ് സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ. ഓക്കെ, അല്ലെങ്കിൽ ഈസി ആയിട്ട് ജയിക്കുമായിരുന്നു കേസ്. ഓക്കെ, ചില അവിടെ തട്ടി നേരെ ഇങ്ങനെ താഴ്പോയി കേസ്. ഓക്കെ, കറക്റ്റായിട്ട് കയറി ഇറങ്ങിയെന്നെങ്കിൽ ജയിക്കുമായിരുന്നു കേസ്. ഓക്കെ, എന്തായാലും ഇവിടെ ഇപ്പോൾ വേറെ സീനോ കാര്യങ്ങളൊന്നും തന്നെ എന്തായാലും ഇല്ല കേസ്. ഓക്കെ, ഇയാളെന്തായാലും നടന്നെന്തായാലും പോവേണം. ഇനി അടുത്ത ആളുടെ ഊഴ നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും അടുത്ത ആളും കൂടെ എന്തായാലും അടുത്ത ടാങ്കിലുകളൊക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും അവസാനമാണ് നമ്മളെന്ന് വെച്ചാൽ. ഓക്കെ, ഈ ഒരു റേസിലാണ് പിന്നെ 4 ടാങ്ക് ഉണ്ടായിരുന്നു. ഒരെണ്ണം വെച്ചാൽ ഒരു ബ്ലാക്ക് ആയിരുന്നു, അതാണ് താഴെ പോയത്. പിന്നെ ഒരെണ്ണം വെച്ചാൽ ഒരു പിങ്ക്, പിന്നെ ഒരെണ്ണം വെച്ചാൽ നമ്മുടേതാണ്. ഓക്കെ, അതെല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇയാളുടെ റേസും കൂടെ കാണാം. ഓക്കെ, എന്തായാലും മറ്റേ അയാളെന്തായാലും തോറ്റിട്ട് തന്നെ ഉണ്ട്. അയാൾ സത്യത്തിൽ ജസ്റ്റ് യൂസ് ജയിക്കുമായിരുന്നു. ഓക്കെ, പക്ഷേ ഈ ഒരു ടാങ്ക് കണക്കെ മറിഞ്ഞ് സൈഡിലോട്ട് പോയി. ഈ ടാങ്ക് കറക്റ്റായിട്ട് എന്തായാലും വീഴണം. ഓക്കെ, ടാങ്ക് അല്ല ഏത് വണ്ടിയാലും ശരി കറക്റ്റായിട്ട് എന്തായാലും ആ ഒരു റാമ്പ് ഫുള്ളായിട്ട് ക്രോസ് ചെയ്യണം കേസ്. ഓക്കെ, ആൾ വീണാലും കുഴപ്പമില്ല, വണ്ടി ഫുള്ളായിട്ട് ക്രോസ് ചെയ്യണം കേസ്. ഓക്കെ, എൻ്റെ പൊന്നെ കേസ്, ഈ ഒരു ടാങ്ക് ഇപ്പോൾ നൈസായിട്ട് തലകുത്തനെ മറിഞ്ഞിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് നൈസായിട്ടൊന്ന് അടിക്ക് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓ മാൻ, അത് പോയില്ല കേസ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും നോക്കി നോക്കാം. എന്തായാലും അത് മൊത്തത്തിൽ നമ്മുടെ റോക്കറ്റ് ലോഞ്ചറൊക്കെ വിട്ടുകൊണ്ടാണ് എന്തായാലും പോകണത് കേസ്. ഓക്കെ, ആ ഒരു ടാങ്കിൽ നിന്ന് ഫുള്ളായിട്ട് ഇത് വരുന്നുണ്ട്. എൻ്റെ മോനെ, ആ ടാങ്ക് നൈസായിട്ട് മറിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഓ മാൻ, എന്തായാലും അതങ്ങനെ ഔട്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടാങ്കാണ്. ഓക്കെ, അങ്ങനെ അടുത്ത ആളും കൂടെ എന്തായാലും ആ ടാങ്കിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഈ കാണുന്ന പിങ്ക് പോലത്തെ കളറിലുള്ള ടാങ്കിൻ്റെ ഓണർ ഞങ്ങളൊക്കെയാണ്. ഓക്കെ, ഇയാളെന്തായാലും എൻ്റെ മുകളിലുള്ള സാധനം എടുത്തൊക്കെ തിരിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ മോനെ, ഇയാളെന്തായാലും വണ്ടി എടുത്തപ്പോഴേ നമ്മുടെ ആ മിസൈലൊക്കെ വിട്ടിട്ട് എന്തായാലും ഉണ്ട്. എൻ്റെ മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ 2 ആൾക്കാരും തോറ്റേ കേസ്. ഓക്കെ, ഇയാളെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർന്നു കേസ്. ഓക്കെ, അതേ എനിക്ക് പറയുള്ളൂ കേസ്. ഓക്കെ, എന്തായാലും നോക്കി നോക്കെ, ഇയാളും കൂടെ ഒന്ന് തോറ്റിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേസ്. ഓക്കെ, ഇയാൾ പിന്നെ ഭയങ്കര ആവശ്യമില്ലാത്ത രീതിയിലൊക്കെയാണ് കേസ് വണ്ടി ഓടിക്കുന്നത് വെച്ചാൽ. ഓക്കെ, അതേ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു ആർക്കോ വേണ്ടാത്ത രീതിയിലുള്ള പോലത്തെ ഒരു ഡ്രൈവിങ്ങുകളൊക്കെയാണ്. പക്ഷേ ഇയാൾ നല്ല അടിപൊളിയായിട്ട് കേസ് റാമ്പ് വരെ എത്തിച്ച് ഇല്ല കേസ്. അയാൾ ഒരു റാമ്പുകളൊക്കെ നൈസായിട്ട് സ്കിപ്പ് ചെയ്ത് കേസ്. അതുകൊണ്ട് എന്തായാലും അയാൾ എന്തായാലും ഈ ഒരു റേസിനുകളൊക്കെ നൈസായിട്ട് നല്ല ഔട്ടായിട്ടുണ്ട്. അയാൾ കണ്ടോ ഒരു റാമ്പുകളൊക്കെ നൈസായിട്ട് നല്ല സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേസ്. ഓക്കെ, അതുകൊണ്ട് അയാൾ എന്തായാലും ഈ ഒരു ഇതിനുകളൊക്കെ നൈസായിട്ട് ഔട്ടായി കേസ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു റേസിനുകളൊക്കെ നൈസായിട്ട് ഔട്ടായി. ഇനിയിപ്പോൾ ഞാനും കൂടെ മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ എന്തായാലും ഞാനും കൂടെ എന്തായാലും മാത്രമേ ഉള്ളൂ കേസ്. ഓക്കെ, അതും കൂടെ കഴിയുമ്പോൾ ഈ ഒരു റേസുകളൊക്കെ എന്തായാലും കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ,
ഇവിടെ ഇപ്പോൾ കേസ് നമ്മുടെ ടാങ്കുകളൊക്കെ നമ്മൾ ചാടിച്ചിട്ടുണ്ടോ എന്തായാലും പതുക്കെയാണ് കേസ് ഞാൻ എന്തായാലും ചാടിച്ച പക്ഷേ ഈ സാധനങ്ങളൊക്കെ എന്തായാലും അങ്ങോട്ട് കൺട്രോൾ ഇല്ലാതെ പോകണം മറിയില്ല എൻ്റെ ആകുമ്പോൾ ജസ്റ്റ് മിസ് കേസൊക്കെ. പക്ഷേ എൻ്റെ പൊന്നെ ഇതെന്ത് പാടാണല്ലോ കേസൊക്കെ. നമ്മളാണെങ്കിൽ ഇവിടെ മിസൈലൊക്കെ ഇടുന്നുണ്ടൊക്കെ എൻ്റെ ആകുമ്പോൾ നേരെ ഒന്നും കണ്ടുകൂടാ കേസൊക്കെ. നമ്മളാണെങ്കിൽ ഇങ്ങനെ ഓടിച്ചെന്നാലും പോകണം. നമുക്ക് എങ്ങനെയെങ്കിലും കേസ് ഇതിന് ജയിക്കണം കേസൊക്കെ. എന്ത് വില കൊടുത്തെങ്കിലും ഈ സാധനത്തിലൊന്ന് ജയിക്കണം കേസൊക്കെ. അത്രേ ഉള്ളൂ ഓക്കെ. നമ്മളെന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ടൊക്കെ. ഇത് പിന്നെ കാറ് പോലെ തന്നെ അല്ല കേസ്, നല്ലൊരു ഈ കൺട്രോൾ കിട്ടുന്നുണ്ട്. കാറെങ്ങാനായിട്ട് തെന്നിപ്പോയനെ. ഓക്കെ നമ്മളെന്തായാലും എല്ലാവരും ചെയ്തതിനേക്കാൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേസ് നമ്മളെന്തായാലും ഫുള്ള് നമ്മളെന്തായാലും റാമ്പുകളൊക്കെ ചാടിച്ചിട്ടുണ്ട്. അടിയിലെങ്ങാനും ഇടിച്ച് നമ്മൾ തെറിച്ച് പോകുമെന്തോ. യെസ് ഗായ്സ് നമ്മളങ്ങനെ ഫൈനലി ജയിച്ചേക്കാണ്. ഓക്കെ ഗായ്സ് നമ്മളങ്ങനെ ഫൈനലി കേസ് അങ്ങനെ ഈ ഒരു ഏതാണ് മെഗാ റാമ്പ് റേസിനുകളൊക്കെ നമ്മളങ്ങനെ ഫൈനലി ജയിച്ചിട്ടുണ്ട്. ജയിച്ച മാത്രമല്ല കേസ് നമുക്കാണെങ്കിൽ ഗിഫ്റ്റായിട്ട് കേസ് എന്തായാലും 3 അടിപൊളി വണ്ടി പിന്നെ $1 മില്യൺ കേസ് നമുക്ക് എന്തായാലും കിട്ടിയിട്ടെന്തായാലും ഉണ്ട്. നമുക്ക് കിട്ടിയ വണ്ടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസ് ഒന്നാമത്തെ വണ്ടി എന്ന് വെച്ചാൽ കേസ് ഈ കാണുന്ന ലംബോർഗിനിയുടെ വെനേനോ ആണ്. ഓക്കെ ലംബോർഗിനി വെനേനോ ആണ് കേസ് നമുക്ക് എന്തായാലും ആദ്യം കിട്ടിയ വണ്ടി എന്ന് വെച്ചാൽ ഒരു ബ്ലൂ കളർ കണക്കാണ്, നൈസാണ്. രണ്ടാമത്തെ വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ലംബോർഗിനിയുടെ ഹുറാക്കനും കാര്യങ്ങളൊക്കെയാണ്. ഇതും ഒരു കിഡിലും വണ്ടികളൊക്കെ തന്നെയാണ് കേസ്, ഇതൊക്കെ കിട്ടിയാണ്. പിന്നെ മൂന്നാമത്തെ വണ്ടി നമ്മുടെ കയ്യിൽ ഉള്ളതാണ്, നമ്മുടെ കയ്യിലുള്ള റെഡ് GTR കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് ബ്ലാക്ക് ആണ്, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള എഡിഷനാണ്. നമുക്ക് ഈ കാണുന്ന 3 വണ്ടികളൊക്കെയാണ് കേസ് ഈ റേസിന് ജയിച്ചോ കിട്ടിയ. നമ്മുടെ ടാങ്കാണെങ്കിൽ തവിടുപൊടിയായി അടിയിൽ കിടപ്പുണ്ട്. ഓക്കെ അതിന് നമുക്ക് ആവശ്യമില്ല, നമ്മളെന്തായാലും ഈ ഒരു റേസിന് ജയിച്ചിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഈ വണ്ടികളെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ വീട്ടിൽ പോകാം. ഓക്കെ അങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ഈ റേസിനും കൂടെ ജയിച്ചിട്ടുണ്ട്. ഓക്കെ ഗായ്സ് അപ്പോൾ ഇത്രയുള്ള കേസ് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫണ്ണി ആയിട്ടുള്ളൊരു കിടിലെ വീഡിയോ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. ഓക്കെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ അപ്പോൾ ഇതിലോട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാതുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസിലൊക്കെ അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.